വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കെതിരെ തുടരുന്ന സൈബർ ആക്രമണത്തിൽ അപലപിച്ച IAS അസോസിയേഷൻ ആത്മാർത്ഥതയോടെ കർത്തവ്യം നിർവഹിക്കുന്നവരെ ആക്രമിക്കുന്നത് ദുഃഖകരമാണെന്ന് അസോസിയേഷൻ പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം എന്നീ സംഭവങ്ങളിൽ വളരെ കൃത്യമായി രാജ്യത്തിന്റെ നിലപാടും പ്രതികരണങ്ങളും പൊതുസമൂഹത്തോട് അറിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന് കൂടിയാണ് വിദേശകാര്യ സെക്രട്ടറി. അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിലാണ് IAS അസോസിയേഷൻ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഡെസ്കിൽ നിന്ന് അശ്വതി സതീഷ് ചേരുന്നുണ്ട്. അശ്വതി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതെ വിഷ്ണു, ഈ വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യ സെക്രട്ടറിക്കെതിരെ സൈബർ ആക്രമണം തുടരുന്നത്. അദ്ദേഹത്തിന്റെ മകൾക്കും കുടുംബത്തിനുമെതിരെയും വരെ ആക്രമണം പോകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അശ്ലീല ഭാഷയിലെ കമന്റുകളും ട്രോളുകളും അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞാണ് സൈബർ ആക്രമണം നടക്കുന്നത്. ഇതിൽ വ്യാപക പ്രതിഷേധമുണ്ട്. IAS IPS അസോസിയേഷൻ ആണെങ്കിലും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടായിരുന്നു. ഇതിൽ ഇന്ത്യ കർശന നിലപാട് സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് സൈബർ ആക്രമണം. ലണ്ടനിൽ ജോലി ചെയ്യുന്ന മിസ്രിയുടെ മകൾക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. പിന്നാലെ പഴയ പോസ്റ്റുകൾ കുത്തിപ്പൊക്കിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പമുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തും കോണ്ടാക്ട് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് സൈബർ ആക്രമണം. അതോടൊപ്പം തന്നെ മകളുടെ പൗരത്വത്തെ ചോദ്യം ചെയ്തവർ വരെയുണ്ട്. ഇന്നലെ, അതായത് ഞായറാഴ്ച രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ പബ്ലിക് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ അശ്വതിയാണ് IAS അസോസിയേഷന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. രാജ്യത്തിന്റെ മുഖമായി നിന്നൊരു ധീര ഉദ്യോഗസ്ഥൻ കൂടിയാണ് വിക്രം മിശ്രി. എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ, പെഹൽഗാമിന് ഭാരതം നൽകിയിട്ടുള്ള മറുപടികൾ, ഭാരതത്തിന്റെ നയം തുടങ്ങിയവ പൊതുസമൂഹത്തോട് അറിയിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചൊരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. പറയേണ്ട ഭാഷയിൽ, വീണ്ടും വാക്കുകളിൽ, ആശയത്തിൽ പറയേണ്ട ഒരു ബലത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ശക്തിയുടെ കാര്യത്തിലൊക്കെ അളന്ന് മുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ഈ വിദേശകാര്യ സർവീസിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെയാണ് വിദേശകാര്യ വക്താക്കളായി നിയമിക്കുന്നത്. ഈ വിദേശകാര്യ വക്താക്കൾ പലപ്പോഴും വിദേശകാര്യ സെക്രട്ടറിമാരായി മാറുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ S ജയശങ്കർ. അദ്ദേഹം അതിനും അപ്പുറത്തേക്ക് പോയി വിദേശകാര്യ മന്ത്രിയായി. എപ്പോഴും ശ്രദ്ധിക്കുന്നത് പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ നിന്നുയരുന്ന പ്രകോപനപരമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന ഉരുളയ്ക്കുപ്പേരി പോലുള്ള മനോഹരമായ മറുപടികളാണ്. അതുപോലെ തന്നെ വിക്രം മിശ്രി ഏതാനും നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാരതത്തിൻ്റെ ശബ്ദമാണത്. ഭാരത സർക്കാർ ചുമതലപ്പെടുത്തിയ അനുസരിച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ആ സംസാരം ലോകത്തോടാണ്, ലോക മാധ്യമങ്ങളോടാണ്, ലോക രാഷ്ട്രങ്ങളോടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ച കർത്തവ്യം വളരെ കൃത്യമായി, തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി അർഹിക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ട യോജിച്ച ശക്തിയോടും യോജിച്ച വ്യക്തിതയോടും കൂടി പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ പോലും സൈബർ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ എത്ര അധപ്പതിച്ചു പോയിരിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ജിഷ്ണു, ഒപ്പം ജമ്മു കാശ്മീരിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക യോഗങ്ങൾ ഇന്ന് ശ്രീനഗറിൽ ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗത്തിൽ ഒന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും, മറ്റൊന്ന് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ രജൌരി ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് നിലവിൽ സുരക്ഷിതമായി ഒഴിപ്പിച്ചുള്ളവരെ എങ്ങനെ തിരിച്ചെത്തിക്കണം, നിലവിൽ അത്തരത്തിലൊരു നടപടികളിലേക്ക് പോകണോ എന്നുള്ള വിഷയങ്ങൾ ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒമർ അബ്ദുള്ളയും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും. കാര്യം ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയും വിശ്വാസവും ഭരണകൂടത്തിൽ അർപ്പിക്കുന്നുണ്ട് ഈ അവസരത്തിൽ. അതുകൊണ്ട് തന്നെ ഒന്ന്, ഇന്നത്തെ ഈ DGMOമാരുടെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം അല്ലെങ്കിൽ ഒരു ബ്രീഫിംഗ് ഉണ്ടാവുക. രണ്ട്, ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു പലരെയും ഒഴിപ്പിച്ചു. LOCക്ക് അടുത്തുള്ള ഗ്രാമങ്ങളിൽ കഴിയുന്നവരെ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു, പരിക്കേറ്റു. ഇപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക, അവരുടെ സുരക്ഷ ഉറപ്പാക്കുക. ഇനിയൊരു അനാവശ്യമായ അതിസാഹസം, പ്രകോപനം പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുക. അതിനുശേഷം മാത്രമാണ് അവരെ പുനരധിവസിപ്പിച്ച സ്ഥലത്ത് നിന്ന് തിരികെ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരിക. ഒന്ന്. രണ്ട്, ഇതിൽ ഏറ്റവും വലിയ
പരീക്ഷണം അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവിടത്തെ നിയന്ത്രണത്തിലല്ല പല കാര്യങ്ങളും. അതിർത്തിക്കപ്പുറത്തിരുന്ന് കാണിക്കുന്നവർ, അതിർത്തിക്കപ്പുറത്ത് ഇരിക്കുന്നവർ ആരുടെ നിയന്ത്രണത്തിലാണ്? അവർ എന്ത് ചെയ്യും? അവർ എപ്പോൾ എന്ത് പ്രകോപനമുണ്ടാക്കും? അവർ കളിപ്പാട്ടം പോലെ ഈ ഷെല്ലെടുത്ത് എപ്പോൾ പ്രയോഗിക്കും? അതും ജനവാസ മേഖലകളിലേക്ക് നേർക്കുനേർ സൈന്യത്തിന് നേരെ നിന്ന് ആക്രമിക്കാൻ പോലും കഴിയാതെ വരുമ്പോഴാണല്ലോ രാത്രിയുടെ മറവിൽ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെയും ഒരുപക്ഷെ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയും നിയന്ത്രണത്തിനപ്പുറത്തുള്ള ചില ഘടകങ്ങൾ കൂടി ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. കാര്യം അവിടെ നിന്ന് പ്രകോപനം ഉണ്ടാവില്ല എന്ന് എത്ര വട്ടം നമുക്ക് ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തോന്നുന്നു ജിഷ്ണു. അതായത് ഈ അതിർത്തി മേഖലയിൽ നേരത്തെ വ്യോമ പാത വഴി പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് 101% വിശ്വാസമാണ്. അതായത് S-400 സുദർശന ചക്രം ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഈ അതിർത്തി മേഖലയിൽ കരമാർഗത്തിലൂടെ പാകിസ്ഥാൻ നടത്തുന്ന ഷെല്ലാക്രമണം അത് പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഷെല്ല് വന്ന് പതിക്കും. ആ മേഖലയിൽ വളരെ കൃത്യമായ ആളുകൾ ഒഴിപ്പിച്ചുകൊണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ സൈന്യം അതിർത്തി മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനങ്ങൾ ജമ്മു കാശ്മീർ ഭരണകൂടം ഒപ്പം ലഫ്റ്റനന്റ് ഗവർണർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് സൈന്യത്തിന്റെ നിലവിലുള്ള റിപ്പോർട്ട് പരിശോധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോട് കൂടിയായിരിക്കും ഏതായാലും ആ യോഗത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഈ ഒരു ഷോയ്ക്ക് ശേഷം ഞങ്ങളും മുകളിലേക്ക്, അതായത് ഇതിന് തൊട്ടു മുകളിലേക്കാണ് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് പൂഞ്ചിലേക്ക് എത്താൻ സാധിക്കും. രജൌരിക്കൊപ്പം പാകിസ്ഥാൻ സൈന്യം ഏറെ ആക്രമിച്ചതും ഒപ്പം തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തുകയും ചെയ്ത മേഖലയാണ് പൂഞ്ച്. അവിടെ ഒരു സ്കൂൾ തകർന്ന് 2 കുട്ടികൾ മരിച്ചിരുന്നു. കൂടാതെ 8 സ്ത്രീകൾ ഉൾപ്പെടെ 16 സാധാരണക്കാർക്കാണ് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഒരു ധീര സൈനികനെ നമുക്കവിടെ നഷ്ടമായിട്ടുണ്ട്.